നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒരു സാധാരണ അറിവ് മാത്രമല്ല, മറിച്ച് ഒരുപാട് പേരുടെ മനസ്സിൽ നാളുകളായി ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു വലിയ സംശയത്തിനുള്ള വ്യക്തമായ മറുപടിയാണ്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് സമാധാനം നഷ്ടപ്പെടുക, കാരണമില്ലാതെ ഭയം, വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ, കുടുംബത്തിൽ കലഹങ്ങൾ, തൊഴിലിലും ബന്ധങ്ങളിലും തുടർച്ചയായ തടസ്സങ്ങൾ, ഇതെല്ലാം വെറും യാദൃച്ഛികമാണോ? അതോ നമ്മൾ അറിയാതെ ഏതെങ്കിലും ക്ഷുദ്രബാധയോ കൂടോത്രമോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്നത്തെ ഈ വീഡിയോയിൽ ക്ഷുദ്രബാധ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള പ്രധാന ലക്ഷണങ്ങൾ, കൂടാതെ അത്തരം ദോഷങ്ങളിൽ നിന്ന് ലളിതമായ രീതിയിൽ മുക്തി നേടാൻ കഴിയുന്ന പരിഹാര മാർഗങ്ങൾ നക്ഷത്ര വോയിസ് നിങ്ങളോട് വളരെ വ്യക്തമായി പങ്കുവയ്ക്കുകയാണ്. അവസാനം വരെ ഈ വീഡിയോ ശ്രദ്ധയോടെ കാണൂ. ഒരു പക്ഷേ ഇതിൽ പറയുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തോട് വളരെ അടുത്തതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യണം. താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിലൂടെ ഒരു വ്യക്തിയോ ആ വ്യക്തിയുടെ കുടുംബത്തെയോ ദ്രോഹിക്കുക, അല്ലെങ്കിൽ മുച്ചൂട് മുടിപ്പിക്കുക, നശിപ്പിക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ചില പൂജാ പദ്ധതികളാണ്, അല്ലെങ്കിൽ ചില കർമ്മങ്ങളെയാണ് നമ്മൾ ക്ഷുദ്രകർമ്മങ്ങൾ, മാരണകർമ്മങ്ങൾ, കൂടോത്രം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു കാര്യം ഒരു വ്യക്തി അല്ലെങ്കിൽ കുടുംബത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടോത്രം ചെയ്യുകയാണ് എങ്കിൽ ആ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ഈശ്വര സമക്ഷം തിരിച്ചടി ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരന് മുന്നിൽ അതിൻ്റെ ആ ഒരു കണക്ക് പറഞ്ഞേ മതിയാവുകയുള്ളൂ. മറ്റൊരു വ്യക്തിക്ക് ദോഷം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും അതിൻ്റെ കൊടിയ പാപവും ദുരിതവും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങൾ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ദോഷമായി ഭവിക്കും. അതുകൊണ്ട് തന്നെ ആരെത്ര പ്രകോപിപ്പിച്ചാലും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ക്ഷുദ്രബാധ ദോഷം ഒരു വ്യക്തിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും കുടുംബത്തിനും പൊതുവിൽ കാണുന്ന സാധിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു ക്ഷുദ്രബാധ അല്ലെങ്കിൽ ക്ഷുദ്രമാരണം കർമ്മങ്ങൾ ആ ഒരു കുടുംബത്തിന് വ്യക്തിക്ക് ബാധിച്ചു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ അകന്നു പോകുന്നതിനും ഇപ്പറഞ്ഞ ക്ഷുദ്രബാധ കർമ്മങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ലളിതമായി ചെയ്യേണ്ട പരിഹാര വിധികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും. ദുർമന്ത്രവാദം അല്ലെങ്കിൽ ക്ഷുദ്രബാധ കർമ്മം ഒരു വ്യക്തിക്കോ ഗ്രഹത്തിനോ ഏറ്റുകഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതം താറുമാറാകുന്നതിനും ജീവിതത്തിൽ പെട്ടെന്ന് പ്രശ്നങ്ങളും അപകടങ്ങളും ആകസ്മിക സംഭവങ്ങളും ഒരു തുടർക്കഥയാകുന്നതിനും ഇത്തരം ക്ഷുദ്രകർമ്മങ്ങൾ ഭവിക്കുന്നത് കാരണമാകും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ ക്ഷുദ്രബാധ കർമ്മങ്ങൾ അല്ലെങ്കിൽ കൂടോത്രം ഭവിച്ചു കഴിഞ്ഞാൽ പൊതുവായി ചില ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ. അതുവരെ ചിരിച്ചു കളിച്ച് വളരെ ഉല്ലാസവനായി, സന്തുഷ്ടനായി, സന്തോഷവനായി കാണപ്പെടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെടുകയാണ്. അല്ലെങ്കിൽ അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ മരണദോഷത്തെ നമ്മൾ ഒന്ന് ഭയക്കേണ്ടതായിരിക്കുന്നു. അകാരണമായ ഭയം, ആയതുപോലെ തന്നെ കൊടിയ ദുഃഖം, വളരെയധികം ഉത്കണ്ഠ, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ഇതൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് മരണദോഷം കൊണ്ടുകൂടിയ ആകാം. അതുകൊണ്ട് ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ ഒരു മനോരോഗമായിട്ട് വരെ ഈ ഒരു വ്യക്തി മാറിപ്പോയേക്കാം. ഈ വിധത്തിലെല്ലാം മാരണകർമ്മങ്ങൾ ഒരു വ്യക്തിക്ക് മാറിത്തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഭയം, ഉത്കണ്ഠ, ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസം വന്നു അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നു എന്നത് മാരണദോഷമല്ല. പക്ഷെ വളരെ സന്തുഷ്ടനായ ഒരു വ്യക്തി പെട്ടെന്ന് ഇത്തരം ഭയത്തിലേക്കും മാനസിക സംഘർഷത്തിലേക്കും മനോരോഗത്തിലേക്കുമൊക്കെ കടന്നു പോവുകയാണ്. അതെങ്ങനെ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാരണദോഷത്തെ ഭയക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഒരു ഗ്രഹത്തിൽ സംഭവിക്കുന്നതാണ്. ഗ്രഹത്തിലെ
സ്വസ്ഥതക്കുറവ് അല്ലെങ്കിൽ സ്വൈര്യക്കുറവ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും സഹകരണത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ആ ഒരു കുടുംബത്തിൽ അടി, വഴക്ക്, ബഹളം സംഭവിക്കുകയാണ്. ആ ഒരു ഗ്രഹത്തിലേക്ക് തുടർന്ന് വന്ന് കയറാൻ ആളുകൾക്ക് കഴിയുന്നില്ല. അവിടെയുള്ള അംഗങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ ഒരു വീട്ടിൽ വരുമ്പോൾ എന്തെന്നില്ലാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. തലപെരുക്കുക, എന്തൊക്കെയോ അസ്വസ്ഥതകൾ ആ ഒരു ഗ്രഹത്തിൽ വന്നു കയറുമ്പോൾ അവിടെയുള്ള അംഗങ്ങൾക്ക് ഉണ്ടായി വരും. മാത്രവുമല്ല, അംഗങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയും കീരിയും പാമ്പുമായിട്ട് മാറും. ആ ഒരു അവസ്ഥ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നവർ വളരെ പെട്ടെന്ന് കൊടിയ ശത്രുക്കളായി മാറുന്നത് പോലെ ഒരവസ്ഥ ഇതൊക്കെ ഒരു കുടുംബത്തിൽ പെട്ടെന്ന് ഉണ്ടാകുകയാണ് എങ്കിൽ ഉറപ്പിച്ചോളൂ, അത് ശത്രുബാധാദോഷം കൊണ്ട് അല്ലെങ്കിൽ മാരണകർമ്മങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ ലക്ഷണവും ആകാം. ഇനി മൂന്നാമതായിട്ട് വസ്ത്രങ്ങൾ അടിക്കടി തീ പിടിക്കുക, അടിക്കടി കീറിപ്പോവുക. ഇത് നമുക്ക് ഏതെങ്കിലും വിധത്തിലുമുള്ള ക്ഷുദ്ര കർമ്മങ്ങൾ എന്നതിൻ്റെ സൂചനയാണ്. ഇനി ഈ വസ്ത്രങ്ങൾ തീപിടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മിലെ ദൈവാധീനം, അതായത് ലക്ഷ്മി കടാക്ഷം കുറയുന്നു എന്നതിൻ്റെ സൂചനയാണ്. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ കൊണ്ട് നമ്മുടെ ദേഹം പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ പൊള്ളലേറ്റ ഒരു വ്യക്തിക്ക് ലക്ഷ്മി കടാക്ഷം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറവായി മാത്രമേ ലക്ഷ്മി കടാക്ഷം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തീപ്പൊള്ളൽ ഏൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഗ്രഹത്തിൽ വിളക്ക് കൊളുത്തുന്നവരായിരിക്കും നിങ്ങൾ. അങ്ങനെ ഗ്രഹത്തിൽ വിളക്ക് കൊളുത്തുന്നു എങ്കിൽ ഇങ്ങനെ ഒരു ദോഷം ആരെങ്കിലും നിങ്ങൾക്ക് മേൽ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു നിലവിളക്ക് നമുക്ക് ലക്ഷണത്തെ കാട്ടിത്തരും. അതായത് നമ്മൾ ആ വിളക്ക് കൊളുത്തുന്ന സന്ദർഭത്തിൽ 3 തവണയിൽ കൂടുതൽ അത് കെട്ടുപോകുക. ഒരു ദിവസം തന്നെ നമ്മൾ അത് കൊളുത്തുന്ന സന്ദർഭത്തിൽ 3 തവണ നമ്മൾ കൊളുത്തി, പക്ഷേ ആ 3 തവണയും അത് കെട്ടുപോയി. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. ഒരു ദിവസം കെട്ടുപോയി എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ 3-ൽ കൂടുതൽ ദിവസങ്ങൾ, 3-ൽ കൂടുതൽ തവണ നമ്മൾ ഇങ്ങനെ നിലവിളക്കിൽ കൊളുത്തുന്ന തിരി കെട്ടുപോവുകയാണ് എങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ ശത്രുക്കൾ ബാധാദോഷം അല്ലെങ്കിൽ ക്ഷുദ്രകർമ്മങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, നിരന്തരം നിലവിളക്കിലെ തിരി ജ്വലിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ ആ നിലവിളക്കിലെ തിരി പൊട്ടി ശബ്ദമുണ്ടാക്കുന്ന ഒരവസ്ഥാവിശേഷം നിരന്തരം ഗ്രഹത്തിൽ അരങ്ങേറുകയാണ്. അങ്ങനെയെങ്കിലും നമുക്ക് ബാധാദോഷമുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്ഷുദ്രകർമ്മങ്ങൾ നമ്മെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിലവിളക്ക് കൊളുത്തുന്നവർക്ക് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത അസുഖങ്ങളാണ്. അതുപോലെ മാറാത്ത വ്യാധികൾ, ചികിത്സിച്ചിട്ടും ഭേദമാക്കാത്ത അസുഖങ്ങൾ. ഇനി ഒരു വ്യക്തിക്ക് ഒരസുഖം വന്നു, അത് ചികിത്സിച്ച് മാറി, ഉടനെ തന്നെ അടുത്ത അസുഖം വന്നു, അതിനുവേണ്ടി ചികിത്സ നടത്തി, എന്നിട്ടും അടുത്ത അസുഖം മാറിയപ്പോൾ വീണ്ടും അടുത്ത അസുഖം. ഇങ്ങനെ ഒരു തുടർ പരമ്പര പോലെ ഒരു രോഗിയായിട്ട് ഒരു വ്യക്തി തീരുകയാണ് എങ്കിൽ അതിന് മാരണകർമ്മങ്ങളെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ആറാമതായിട്ട് തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ. അതായത് നമ്മൾ വളരെ സന്തോഷവനായിട്ട് ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ആ ഒരു തൊഴിലിൽ നമുക്ക് നഷ്ടപ്പെടുക, യാതൊരു കാരണവും ഉണ്ടാകില്ല. അതുപോലെ ജോലി സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അതുപോലെ പണിഷ്മെന്റ് ട്രാൻസ്ഫറുകൾ നമുക്ക് ലഭിക്കുക. അതായത് തൊഴിൽ ഇറക്കം ലഭിക്കുക, തൊഴിൽ കയറ്റം അല്ല, തൊഴിൽ ഇറക്കം. ഉയർന്ന ഒരു സ്ഥാനത്ത് നിന്ന് നമ്മൾ താഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകുന്നു. എത്രയൊക്കെ കഴിവുണ്ടായിരുന്നിട്ടും ഒരു ജോലി കിട്ടാതിരിക്കുക, നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകൾ വരെ തൊഴിലിൽ ഉയർന്നു പോകും. പക്ഷെ നമ്മൾ അവരെക്കാൾ കഴിവുണ്ടായിട്ടും യാതൊരു തൊഴിലും നമുക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. ഇനി അടുത്തത് ഏഴാമത്തേത്, വിവാഹം തടസ്സം നേരിടുക. വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചതിനു ശേഷം ആ ഒരു വിവാഹത്തിന്റെ അറ്റം വരെ എത്തി, അപ്പോഴേക്കും വിവാഹം മുടങ്ങിപ്പോകുക. ഇനി എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിവാഹം നടക്കാതിരിക്കാം. ഇതൊക്കെ മാരണകർമ്മത്തിന്റെ ശ്രമഫലമായിട്ടും പറയുന്നുണ്ട്. ഇനി എട്ടാമത്തേത്, ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിരന്തരമായി നമ്മുടെ ഗ്രഹത്തിൽ പാല് പുളിച്ചു പോവുക അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇതും നമ്മുടെ ഗ്രഹത്തിൽ ക്ഷുദ്രബാധ ദോഷങ്ങൾ അല്ലെങ്കിൽ ക്ഷുദ്രകർമ്മങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 8ഓളം ലക്ഷണങ്ങൾ നിരന്തരം നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ടാകുകയാണ്
ഈ 8 കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയാണ്. എന്നുണ്ടെങ്കിൽ രോഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചികിത്സ തന്നെ നടപ്പിലാക്കുക. ചികിത്സിച്ചിട്ടും മാറുന്നില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന കർമ്മം നിങ്ങൾ ചെയ്യുക. അതുപോലെ മറ്റുള്ള 7ഓളം ലക്ഷണങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹത്തിലുണ്ട്. യാതൊരു വിധത്തിലും മാറ്റവും ഉണ്ടാകുന്നില്ല, മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കർമ്മങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുഷ്ഠിക്കുക. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഗ്രഹത്തിൽ ദിനവും വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ ആ ദേവനെ ആരാധിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ ഒരു അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ ആ ഒരു ദേവത നിങ്ങൾക്ക് ഒരു കവചമായി മാറുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു പോസിറ്റീവ് കവചത്തെ മറിച്ചുകൊണ്ട് നിങ്ങളിലേക്കുള്ള പ്രവേശിക്കാൻ കഴിയാതെ വരികയും ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു സംരക്ഷണം ലഭിക്കുകയും ചെയ്യും എന്നതാണ്. അതുപോലെ ദിനവും നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കർപ്പൂര ആരതി നിങ്ങളുടെ ഗ്രഹത്തിൽ നടത്തുക. അപ്പോൾ ഇത് ഒന്നാമത്തെ ആ ഒരു പരിഹാരമാണ്. ഇനി രണ്ടാമത്തെ ആ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ദേശദേവതയെ പോയി കാണുക. അതായത് നിങ്ങളുടെ നാട്ടിൽ ഒരു ക്ഷേത്രമുണ്ടാകും, അല്ലെങ്കിൽ ഒരു കാവുണ്ടാകും. നിങ്ങളുടെ ഗ്രഹത്തിനോട് ചേർന്ന് ഏറ്റവും അടുത്തായിട്ട് ഒരു കാവോ ക്ഷേത്രമോ ഉണ്ട് എങ്കിൽ ആ ഒരു ദേവനെ നിങ്ങൾ പോയി കാണുക. അത് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി കാണാനായിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ പോയി കണ്ടാൽ അത് ഏറ്റവും ഉത്തമമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഗ്രഹത്തിൽ വിളക്ക് തെളിയിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യമില്ല, അങ്ങനെയെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട്, ദേശദേവതയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കുക. അവിടെയുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് കഴിപ്പിക്കാവുന്നതുമാണ്. വില കൂടിയ വഴിപാടുകളോ ഒന്നും തന്നെ കഴിപ്പിക്കേണ്ടതില്ല. ഒരു അർച്ചന കഴിപ്പിച്ചാൽ മാത്രം മതിയാകും. ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു പരിഹാരം, 2 മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു പിടി നാണയം, അത് 11 ഒറ്റ രൂപ നാണയങ്ങൾ ആണെങ്കിൽ അതിശ്രേഷ്ഠമാണ്. ഇനി 11 ഒറ്റ രൂപ നാണയങ്ങൾ ഇല്ല എങ്കിൽ 2 5-ന്റെ ചെറിയ തുട്ടുകളും ഒരു ഒറ്റ രൂപയുമാണ് എങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇനി 11 രൂപയ്ക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട്. ഈ നാണയം നിങ്ങൾ സർവാംഗം നിങ്ങൾക്ക് ചുറ്റുക, അല്ലെങ്കിൽ ഒഴിയുക. 3 വട്ടം നിങ്ങൾ ഒഴിയുക. നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ നിങ്ങൾ നിങ്ങളുടെ ദേഹത്ത് ഒഴിയുക. അല്ല എന്നുണ്ടെങ്കിൽ ഓരോ അംഗത്തിലും 3 തവണ വീതം ഒഴിയുക. ഇങ്ങനെ ഒഴിഞ്ഞ നാണയം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ, കുടുംബദേവതയുടെ ആ ഒരു ക്ഷേത്രത്തിൽ പുറത്തുള്ള ഭണ്ഡാരത്തിൽ നിങ്ങൾ സമർപ്പിക്കുക. എന്ത് ദോഷമുണ്ടെങ്കിലും ഭഗവാനെ, ഭഗവതി ദാ ഈ ഒരു നടയിൽ ആ ദോഷത്തെ അങ്ങ് പിടിച്ചോളണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു കവർ തിരി, ഒരു ചെറിയ ബോട്ടിൽ എണ്ണ, ഒരു കവർ കർപ്പൂരം, ഇത്രയും നിങ്ങൾ ആ ഒരു നടയിൽ വാങ്ങി സമർപ്പിക്കുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഒരു പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക. ഇത്രമാത്രം ചെയ്യുക. എന്ത് ദോഷമുണ്ടെങ്കിലും ആ ദോഷങ്ങൾ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സംരക്ഷണ കവചം ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ്. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ആ ദോഷങ്ങൾ ആ ക്ഷേത്ര നടയിൽ അല്ലെങ്കിൽ ആ ഒരു ദേവൻ അതിനെ തട്ടിമാറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ ജന്മനാട്ടിൽ നിന്നിട്ട് വളരെ വിദൂരത്തിലോ ഒക്കെ ആയിരിക്കാം. പലർക്കും സാഹചര്യങ്ങൾ പലതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന 1-2 കർമ്മങ്ങൾ പറഞ്ഞു തരാം. അതിലൊന്ന് കല്ലുപ്പ് മഞ്ഞൾ പരിഹാരമാണ്. അതിനെക്കുറിച്ച് ഇതിനായിട്ട് 1 ഗ്ലാസ് ശുദ്ധജലത്തിൽ 1 പിടി കല്ലുപ്പും കുറച്ച് പച്ചമഞ്ഞളും നിങ്ങൾ അരച്ചു ചേർക്കുക. ശേഷം ഒരു രാത്രിയും ഒരു പകലും അത് നിങ്ങളുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കുക. അതുമല്ലെങ്കിൽ ഒരു പകൽ അത് നിങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കുക. അതുമല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ നിങ്ങളുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കുക. ഇനി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു രാത്രിയും പകലും വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കാം. ശേഷം പിറ്റേന്ന് അല്ലെങ്കിൽ ഈ ഒരു സമയക്രമം വിട്ടതിനു ശേഷം ഇതിനെ നിങ്ങളുടെ ഗ്രഹത്തിന് പുറത്തു കൊണ്ടുപോയി നിങ്ങൾക്ക് ഒഴുക്കിക്കളയാവുന്നതാണ്. നിങ്ങളുടെ ഗ്രഹത്തിന് പുറത്തു കൊണ്ട് ഒഴുക്കിക്കളയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ അടുക്കളയിലെ ആ ഒരു സിങ്ക് ടാപ്പിൽ ഇത് ഒഴുക്കിക്കളയാവുന്നതാണ്.
ഇനി രണ്ടാമത്തെ ആ ഒരു കർമ്മം എന്ന് പറയുന്നത് ഒരു ചെറിയ ബൗളിൽ നിറയെ കല്ലുപ്പെടുക്കാം. നിങ്ങൾ കിടക്കുന്ന കട്ടിലിനടിയിൽ അത് വെച്ചതിനു ശേഷം ഒരു 7 ദിവസം അത് ആരും തട്ടാതെയും മറിയാതെയും അതിനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവിടെ തുറന്നു വെക്കുക. ശേഷം നിങ്ങൾക്ക് ആ ഒരു കട്ടിലിൽ കിടന്നുറങ്ങാം. മറ്റ് എന്ത് ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല. ആ ഒരു ഉപ്പ് നിങ്ങൾ കട്ടിലിന് ചുവട്ടിൽ നിങ്ങൾക്ക് അത് വെക്കാവുന്നതാണ്. ശരീര അശുദ്ധി ഈ ഒരു കാലയളവിൽ വന്നു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിന് പൂജയോ കർമ്മോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഈ ഉപ്പ് ജലത്തിൽ ലയിപ്പിച്ച് നിങ്ങളുടെ ഗ്രഹത്തിന് പുറത്തു കൊണ്ടുപോയി നിങ്ങൾക്ക് കളയാം. ഇനി ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ സിങ്ക് ടാപ്പിൽ കളയാവുന്നതുമാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഏകദേശം 8ഓളം ലക്ഷണങ്ങൾ ഉണ്ടല്ലോ. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ സാരമായി ബാധിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദോഷങ്ങൾ അകലുകയും നിങ്ങൾക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും കൈവരുന്നതുമാണ്. ജീവിതത്തിൽ ആ ദുഃഖവും പ്രയാസവും അകന്ന് ഐശ്വര്യത്തെ ആർജിക്കുവാൻ നിങ്ങൾക്ക് നിസ്സംശയം സാധിക്കും. അപ്പോൾ ഒരുപാട് ദുഃഖവും വേദനയും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിതം തന്നെ മടുത്തിനി അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ മനസ്സിന്റെ ധൈര്യം വിടാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടു പോയാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് അറുതി വരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.